കണ്ണൂരിൽ കോഓപ്പറേറ്റീവ് അർബൻ നിധി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് റെയ്ഡ്. വിനീത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, എന്താണ് ഈ റെയ്ഡിന്റെ വിശദാംശങ്ങൾ? വേണു, റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ നിന്നുൾപ്പെടെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ യൂണിറ്റുകൾ ചേർന്നാണ് ഈ പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ ഈ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നിക്ഷേപകർക്ക് ഏതാണ്ട് 150ഓളം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിവരം ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നിക്ഷേപത്തിന്റെ മറവിൽ ഈ അർബൻ നിധിയുടെ സംഘങ്ങൾ ചേർന്ന് ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടുണ്ടെന്ന് ചില പരാതികളും ഇഡിക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ പരാതികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ 5 ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടക്കുന്നത്. റെയ്ഡ് എല്ലാ ജില്ലകളിലും പുരോഗമിക്കുകയാണ്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് പരിശോധന നടത്തുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെയോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ യൂണിറ്റുകൾ എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശോധനയിൽ പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇഡി വളരെ വിശദമായി തന്നെ പ്രത്യേകിച്ച് അതിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നോക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം ഇടപാടുകളോ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലോ നടന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. 150 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. വേണു, വിനീത വിജയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.